മാ യബ്സുതു അഹദും മിൻകും യദഹു ഇല്ലാ വഖഅ അലൈഹി ഖദ്ഹുൻ. മാ യബ്സുതു അഹദും മിൻകും യദഹു, നിങ്ങളിൽ ഒരാളും അവന്റെ കൈ അവിടേക്ക് നീട്ടുകയില്ല. ഇല്ലാ വഖഅ അലൈഹി ഖദ്ഹുൻ, ഒരു പാത്രം കൈ തൊട്ടിട്ടില്ലാതെ തട്ടിയിട്ടല്ലാതെ. നിങ്ങൾ അവിടേക്ക് കൈ നീട്ടുമ്പോഴത്തേന് എന്തായി? പാത്രം കിട്ടും. അതിന് മാത്രം പാത്രമുണ്ട്. ഒരുത്താൻ ഒരുത്തൻ കുടിക്കണ മറ്റും എന്ത് വേണ്ടി വരില്ല, കാത്തിക്കേണ്ടി വരില്ല. നക്ഷത്രത്തിന് എത്രയാണ് കോപ്പുള്ളത്? മുടിച്ചോളി. നിങ്ങളിൽ ഒരാളും ഇല്ല യബ്സുത്തു യദഹു, അവന്റെ കൈ അവൻ നീട്ടുന്നു, ആ വെള്ളത്തിലേക്ക് കൈ നീട്ടിയാൽ ഇല്ലാ വഖഅ അലൈഹി ഖദ്ഹുൻ, ഒരു പാത്രം അവന്റെ കയ്യിൽ തട്ടിയിട്ടല്ലാതെ ഇല്ല. കയ്യിൽ നീട്ടിയാൽ കയ്യിലേക്ക് പാത്രം വരും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അല്ലാഹുവേ തുറന്നിരണമേ. കണ്ടതിനൊക്കെ നിഷേധിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ കണ്ടതിനൊക്കെ നിഷേധിക്കും. ഇതൊക്കെ നിഷേധിച്ചതൊക്കെ നിഷേധിക്കും. അവർ പേര് മുസ്ലിം എന്ന് പറയും ചെയ്യും. ഖബറിൽ ശിക്ഷയെ നിഷേധിക്കുന്നവർ മുസ്ലിം നാമധാരികളുണ്ട്. സിറാത്ത് പാലത്തെ നിഷേധിക്കുന്ന മുസ്ലിം നാമധാരികളുണ്ട്. ഒക്കെ നിഷേധിക്കും, എല്ലാം നിഷേധിക്കും. ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന മുസ്ലിം നാമധാരികളുണ്ട്. ഖബർ ശിക്ഷയെ എത്ര ഇമാമിങ്ങളായി കിതാബ് എഴുതിയിട്ടുണ്ട്. ഖബർ ശിക്ഷ, സിറാത്ത് പാലത്തെ നിഷേധിക്കുന്നവരുണ്ട്. ഇതിനൊരു പാലം, ഇതിനൊരു പാലം എന്ന് കളിയാക്കി. മുടി നേരായി ചിന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് എന്ന് പറഞ്ഞ് കളിയാക്കി പാട്ടുണ്ടാക്കി. KT മുഹമ്മദിൻ്റെ നാടൻ. KT മുഹമ്മദ് മരിച്ചുപോയി. അല്ലാഹു എല്ലാ മുസ്ലിമീങ്ങൾക്ക് പുറത്തേരട്ടെ. കളിയാക്കി. മനസ്സിലായില്ലേ? മുടിയേക്കാൾ നേർമയുള്ളതാണ്. കളിയാക്കി. പിന്നെ അതിലെങ്ങനെ നടക്കുക? അത് നരകത്തിന് മേലെയാണ്. നരകത്തിന് മേലേക്ക് ഒരു മുടി എങ്ങനെ നിൽക്കുക? അത് എത്ര ആക്കണം? ഡൈമ കൂടി നടക്കുക. കളിയാക്കി. മനസ്സിലായില്ലേ? അക്കാലത്ത് കളിയാക്കണ കുറേ ആളുകൾ ഇപ്പോഴുണ്ട്. സിറാത്ത് പാലത്തെ കളിയാക്കുന്നുണ്ട്. മൻജഹദ സിറാത്ത് ഫഹുവ കാഫിറുൻ, ഒരാൾ സിറാത്ത് പാലത്തെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എനിക്കും അറിയണത് തന്നെ എല്ലാം അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ പറഞ്ഞു. നമുക്ക് എന്തറിയും? എന്താ അറിയാം? നമ്മളെന്തിനൊക്കെ നിഷേധിക്കുന്നത്? നമുക്ക് എന്ത് വിവരമുണ്ട്? നമുക്ക് മനസ്സിലാവില്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. എനിക്കറിയില്ല അള്ളാഹു റസൂലും ആയെന്ന് പറഞ്ഞ പോലെ ഉണ്ടാകുന്ന പോലെ എനിക്കറിയില്ല. ദുനിയാവിലെ വിവരമൊക്കെ നമുക്കുണ്ടോ? നമുക്കറിയില്ല. അതിനെ നിഷേധിക്കും. ഇതിനൊക്കെ നിഷേധിക്കുന്നത്. അതെല്ലാം ഒരു മനുഷ്യന് സൂൽ ഖാത്തിമൊക്കെ കാരണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല ബൈന റസൂലുള്ളാഹി ദാത യൗമിൻ ബൈന അൽഹുലിനാ, ഹബീബായ നബി ഞങ്ങളുടെ ഇടയിലുള്ള സമയത്ത്, ഞങ്ങളും നബിയും കൂടെയുള്ള സമയത്ത് ഇത് ഊഫിയ യഗ്ഫാ, റസൂലുള്ളാഹിക്ക് ഒരു ബോധക്ഷയമുണ്ടായി. സുമ്മ റഫഅ റഅസഹു മുതബസ്സിമാ, അതായത് വഹി വരുന്ന ചില സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭം എങ്ങനെയാണ്? ഒരു ബോധക്ഷയം പോലെ തോന്നുന്നു റസൂലുള്ളാഹിക്ക്. അതാണ് വഹയിൻ്റെ ഒരു അവസ്ഥ. വഹയിന് ഒരുപാട് അവസ്ഥ അതാണ്. അതായത് വഹി വരുന്ന സമയത്ത് ഒരു ബോധക്ഷയം, പിന്നെ ബോധക്ഷയം കഴിഞ്ഞിട്ട് റസൂൽ അങ്ങനെ വരും. പിന്നെ പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് തല ഉയർത്തി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അങ്ങേ ചിരിപ്പിച്ചത് എന്താണ് നബി? ഹബീബ് പറഞ്ഞു, അല്ലാഹു ഇപ്പോൾ എനിക്ക് സൂറത്ത് ഇറക്കി തന്നു. ബിസ്മില്ലാഹിർ എന്നിട്ട് ഹബീബ് ഓതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. സുമ്മ ഖാല, ഈ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് ഹബീബ് ഞങ്ങളോട് ചോദിച്ചു, അതദറൂന മൽ കൗസറു, കൗസർ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ?
ഇതാണ് കൗത്തർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഖാലാ ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, അങ്ങേക്കറിയാം, അല്ലാഹുക്കറിയാം, ഞങ്ങൾക്ക് എന്താ അറിയാനാണ് നബിയെ. ഖാല, അപ്പോൾ ഹബീബ് പറഞ്ഞു ഫഇന്നഹു നഹ്റുൻ വഅദനിഹി റബ്ബി അലൈഹി ഖൈറുൻ കസീർ. ഇത്തിരി വലിയ പുഴയാണ്. ഹുവ ഹൗലുൻ തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ. എന്നിട്ട് അതിനൊരു ഹൗലുണ്ടാവും. അത് സ്വർഗത്തിലൊരു പുഴയാണ്. മഹേശ്വര അതെന്താണ്? ഹൗലാണ്. തരിദു അലൈഹി, അവിടേക്ക് വരും ഉമ്മത്തി, എൻ്റെ സമുദായം, യൗമൽ ഖിയാമ, അന്ത്യനാൾ. ആനിയത്തു, അതിലെ പാത്രങ്ങൾ, അതത് നുജൂമി, നക്ഷത്രം എണ്ണുണ്ടാവും. ഫയുഖ്തലജുൽ അബ്ദു മിൻഹും, എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഒഴിവാക്കപ്പെടും. മുനാട്ടും എല്ലാവരും ഇങ്ങനെ വരുന്ന നേരത്ത് ആ കൂട്ടത്തിൽ, മനസ്സിലായില്ലേ, ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ തള്ളപ്പെടും. മനസ്സിലായില്ലേ? മറ്റേത് പാർട്ടികൾ ലാസ്റ്റ്. ആദ്യം അതിന് തന്നെ ഒരാൾ എന്താക്കും? തട്ടും. ഫഅഖൂലു, ഞാൻ ചോദിക്കും, യാ റബ്ബി ഇന്നഹു മിൻ ഉമ്മത്തി, റബ്ബേ അതിന്റെ സമുദായത്തിൽപ്പെട്ട ആളല്ലേ? ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, മാ തദ്രി മാ ഹദസ ബഅദക, നിങ്ങൾ വഫാത്തായി പോയതിനു ശേഷം എന്തൊക്കെയാണ് അവർ ആ നാട്ടിൽ കാട്ടിക്കൂട്ടിയത്. പിന്നീടുള്ള 14, 15, 16 നൂറ്റാണ്ടുകളിൽ എന്തൊക്കെ കളിയെ ഒരു കളിച്ച്. അതുകൊണ്ട് ആ കളിക്ക് പിന്നെ നേതൃത്വം ഇവിടെ വേണ്ട. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹ് അവസ്ഥയെ നമ്മളെ കാക്കട്ടെ. അല്ലാഹ് അവസ്ഥയെത്തോട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവിനോട് പേടിച്ച് പറഞ്ഞോളി അവസാനിപ്പിക്കുകയാണ്. അല്ലാഹ് സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ ദീനിനെ മോശമാക്കുന്ന വാക്ക്, പ്രവൃത്തി, അതിനെ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവിൻ്റെ നശ്വരമായ ലോകത്ത് ഇവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും ചില പ്രയാസങ്ങൾ കാരണം ഈ മുസ്ലിം സമുദായത്തിന് എതിരായ വർത്തമാനം ആരും പറയരുത്. അതിന് പിന്നാലെ മറ്റുള്ളവർ ഉണ്ടാക്കി കൊണ്ടുവരുന്നതിൻ്റെ പിന്നാലെ പോകരുത്. അവരുടെ പാർട്ടികളിൽ കൂടരുത്. അന്ന് മുസ്ലിമീങ്ങൾക്ക് നല്ലതല്ല. മനസ്സിലായില്ലേ? ഇനിയുള്ള കാലം എന്തുണ്ടാവും എന്നറിയോ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്നെ കോലം പിന്നി മാറും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. പലതിലേക്ക് മനുഷ്യന്മാർ ചേക്കേറും. മുസ്ലിമീങ്ങളുടെ മുഖ്യധാരിയിൽ നിന്ന് പോവും. എന്തുകൊണ്ട്? മുഖ്യധാരി നിന്നാൽ നഷ്ടമായിരിക്കും. അപ്പം ഇന്ന് പോവും. അല്ലാഹു സ്ഥലം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിനൊന്നും നിൽക്കണ്ട. ദുനിയാവിൻ്റെ നിസ്സാരമായ ഒരു കാലഘട്ടത്തിൽ കുറച്ച് പ്രയാസം ഉണ്ടായാലും എന്താ? അല്ലാഹു പ്രയാസത്തിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. അതേ സമയത്ത് മുസ്ലിമത്തിനൊപ്പം നിൽക്കണം. എന്താണ് ഇപ്പം? പല ജാതി കാര്യങ്ങൾ, പല ജാതി പ്രവർത്തനങ്ങൾ, പല ജാതി പ്രവർത്തനങ്ങൾ, മുസ്ലിം സമുദായത്തിനെ മോശമാക്കുന്ന പ്രവർത്തനങ്ങൾ പലതും വിശദീകരിക്കുന്നില്ല. عن عبد الله بن عمرو بن العاص رضي الله عنه قال قال رسول الله حوضي مسيرة شهر, എൻ്റെ ഹൗലുൽ കൗസറിന് ഒരു മാസത്തെ വഴി ദൂരം ഉണ്ടാവും. ഒരൊട്ടകം ഒരു മാസം. മനസ്സിലായില്ല? ഓടലിന് നടക്കലിൻ്റെ അടിയില ഒട്ടകത്തിൻ്റെ പോക്ക്. അങ്ങനെ ഒരു മാസം പോകാനുണ്ടാവും ഒരു ഒട്ടകത്തിന്. എന്ത് ദൂരം! അത്ര സ്ഥലം ഹൗലായിരിക്കും. അതിന്റെ മൂലകൾ സമചതുരമായിരിക്കും. വെള്ളിയേക്കാൾ വെള്ളയായ വെള്ളമായിരിക്കും. വെള്ളിയേക്കാൾ വെള്ളയായ വെള്ളം ആയിരിക്കും. വെള്ളത്തിന്റെ വാസന അത്വയബു മിനൽ മിസ്കീൻ, കസ്തൂരിയേക്കാൾ വാസനയാ സുഗന്ധമായിരിക്കും. കീസാനുഹു, അതിന്റെ കോപ്പകൾ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയായിരിക്കും. രണ്ടർത്ഥമുണ്ട്. ഒന്ന് ബി അദദിഹി വബിനൂരിഹി. ആ കോപ്പക്കൻ്റെ സ്വയം എന്തുണ്ടാവും? പ്രകാശം ഉണ്ടാവും. നുജൂമിനോട് ഇപ്പം ഭൂമിയിലെ മണൽത്തരി പോലെ എന്ന് പറയുന്നത് നബിക്ക് 40 വലിയ എണ്ണാണല്ലോ. നക്ഷത്രം എന്ന് പറയാൻ കാരണം എന്താ? ഒന്ന് എണ്ണ കൂടുതൽ, 2 തിളക്കം, പ്രകാശമായിരിക്കും. പിന്നെ ഒരു ദാഹം ഉണ്ടാവില്ല. ഒരു ഹദീസും ഇപ്പൊ കഴിഞ്ഞു. ഇന്ന അമാമക്കും ഹൗളാ കമാ ബൈന ജറിയാ വഅസ്റജാ. ജറിയാ അസ്റജ എന്ന 2 പ്രദേശങ്ങൾക്കിടയിലുള്ള അത്ര ഉണ്ടാവും. അബാരിയക്കും
ഫീഹി അബാരിക കനുജൂമി സമാഇ ഖറിയത്തൈനി ബിശ്ശാമി, ഷാമിലുള്ള 2 ഗ്രാമങ്ങളാണത്. മസീറത്തു സലാസിൻ, അതിലൊരു ഒട്ടകം അതിനിടയിൽ ഓടണമെങ്കിൽ 3 ദിവസം വേണ്ടി വരും. ഒരു ഒട്ടകത്തിന് 3 ദിവസം ഓടേണ്ട അത്ര ദൂരം ഉണ്ടാവും എൻ്റെ ഹൗദിൻ്റെ ചുറ്റളവ്. കുടിക്കാൻ ആരേ ഉള്ളൂ? ഉമ്മത്ത് മാത്രം. എൻ്റെത് അമ്പിയാക്കൾക്ക് വേറെ ഉണ്ടാവും. ഇതിലിപ്പോൾ ആരേ ഉള്ളൂ? പറയട്ടെ, ഈ ഉമ്മത്തിൽ അള്ളാഹു തആല പൊരുത്തപ്പെട്ടവർ അവർക്കല്ലേ കിട്ടുള്ളൂ. യഥാർത്ഥ ഉമ്മത്ത് അവർ തന്നെ പാർട്ടികൾ. ആദ്യം ആരാണ്? ഫുഖറാഉൽ മുഹാജിരീൻ, പിന്നെ ബാക്കിയുള്ളവർ, പിന്നെ അൻസാർ, പിന്നെ അങ്ങനെ വരും. അപ്പോൾ എന്തുണ്ടാവില്ല? തിരക്കുണ്ടാവില്ല. നമ്മളെ വാഹനം അങ്ങനെ നടക്കുള്ളൂ. മനസ്സിലായില്ല? ആദ്യം പറഞ്ഞ പോലെ വാഹനക്കാരായിരിക്കും മുഹാജിരീങ്ങളൊക്കെ. ഒരു നേരത്തെ കിട്ടി അവർ വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും, പിന്നെ നമ്മൾ എത്തുള്ളൂ. നമ്മൾക്ക് ആ യാത്രയിലൊക്കെ സന്തോഷം ഉണ്ടാവും. എന്തുകൊണ്ട്? നമ്മളെ ഒട്ടകം നടന്നു പോകണം, നമുക്ക് വിഷമൊന്നുമില്ല, നമ്മൾ റാഹത്തിൽ തന്നെയാണ്. ഒരു നാട്ടിലേക്ക് ഒരാൾ വിമാനത്തിൽ പോയി, ഒരാൾ കാറിലും പോയി. കരിപ്പൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വിമാനം കയറി, ഒരാൾ കാറിലും പോയി. രണ്ടാൾക്ക് സന്തോഷമല്ലേ? പറയാം, രണ്ടാൾക്ക് സന്തോഷമല്ലേ? രണ്ടാക്കുണ്ടല്ലോ. വിമാനത്തിൽ പോയി ഇറങ്ങിയാൽ ഇവിടുന്ന് വിമാനത്താവളത്തിൽ നിന്ന് നല്ല ചായയും കടി കുടിച്ച് വണ്ടി കയറി, ചെറിയ ചായ ഇന്നും കിട്ടി. പിന്നെ അവിടെ ഇറങ്ങിയപ്പോൾ വള്ളർച്ച ചായയും കടി അതും കിട്ടി. കുറഞ്ഞ നേരം കൊണ്ട് എത്തി. പിന്നെ അവർക്ക് ഇറങ്ങിയിട്ട് വേറെ ലോഡ്ജിൽ പോയി. നമുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല വലിയ കാറാണ്, ചാരി കടന്ന് പോകാം. ഇടക്കിടക്കൊക്കെ ടോൾ ബൂത്ത്സിനോടെ നിർത്തുന്നുണ്ട്, പറയാ ചായ കുടിക്കുന്നുണ്ട്, കടല വാങ്ങുന്നുണ്ട്, കുറിക്കുന്നുണ്ട്, എല്ലാം സന്തോഷമുണ്ട്. അങ്ങനെ വർത്താനം പറഞ്ഞ്, അങ്ങനെ വർത്താനം കാര്യം കൂട്ടം പറഞ്ഞ് എറണാകുളത്തെത്തി. കൂടുതൽ നമ്മൾ എന്ത് പറയും? ഈ പോക്കാണ് പോക്ക്. എന്തൊക്കെ കാര്യം നടന്നു. മറ്റോനും എന്ത് തോന്നും? 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകണം, മോന് കടന്നു പറഞ്ഞു ഓർക്കും സുഖം. നമ്മളോട്ടൊക്കെ നടക്കാണ്, സാബികളൊക്കെ ഒട്ടൊക്കെ പറക്കാണ്. ആയിക്കോട്ടെ, ഒരു പറഞ്ഞാൽ ഒരു വേറെ ആയിക്കോട്ടെ. നമ്മളും കടല കുടിച്ച് അങ്ങനെ പറയാ, നമുക്ക് എന്തില്ല, വിഷമല്ല. ഓരോരുത്തർക്കും രക്ഷ കണ്ടാൽ മതി, പിന്നെ ആ പോക്കൊക്കെ റാഹത്താണ്. അല്ല, അങ്ങനെ തന്നെ. വിളിച്ച കല്യാണത്തിന് 11 മണിക്ക് തന്നെ പോയിട്ടില്ല, എനിക്കണ്ട എൻ്റെ ബിരിയാണി അവിടെ ഉണ്ടാവും. നേരം വൈകി പോയാലും ബിരിയാണി ഉണ്ടാവും, ഉറപ്പന്നെ നല്ല ബിരിയാണി ഉണ്ടാവും. നേരം വൈകി മൂപ്പരോട് കുറച്ച് വർത്താനം പറയാം. എന്തായി എന്തൊക്കെ വർത്താനങ്ങളൊക്കെ കാര്യം, എത്ര ആൾ വന്നു, എത്ര ആളെ എൻ്റെ കണക്ക് വിചാരിച്ചതിനേക്കാൾ വന്നോ പോ, ഇതൊന്നും 1-ാം പാർട്ടി നടക്കൂല. ഓനും ഞാനുണ്ട്, മറ്റവൻ ഞാനുണ്ട്. മറ്റവനെന്തായി? ആദ്യം വട്ടം വെച്ചപ്പോൾ തന്നെ എന്നെ ഇരുത്തി. അത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. മറ്റോ അസ്സലാമലൈക്കും, ദൂരം അസ്സലാമലൈക്കും അസ്സലാം കഴിഞ്ഞു. ഞാൻ 1-ാം പാർട്ടിയിലിരുന്നു. മറ്റവനോ പക്ഷെ നേരെ വൈകി പോയി. അപ്പോൾ ആരെ കിട്ടി? പുരക്കാരനെ കിട്ടി. ഇവിടെ നിൽക്ക്, എന്റെ കാര്യങ്ങളൊക്കെ എന്താന്ന് പറയാം. ഇതെപ്പോൾ നടക്കൂല, ആദ്യമായി നടക്കൂല. വിഭവങ്ങളൊക്കെ ഒരുപോലെ തന്നെ ഉണ്ട്. എന്താ പ്രശ്നം? മനസ്സിലായില്ലേ? ചിന്തിക്കാം. നിങ്ങൾ പിടിച്ചാൽ അള്ളാഹു നമ്മളെ എത്തിച്ചേരട്ടെ, അള്ളാഹു എത്തിച്ചേരട്ടെ. അപ്പൊ നോക്കൂ നിങ്ങൾ, 3 ദിവസം ഒരൊട്ടകം ചുറ്റുന്ന വഴി ദൂരമാണ് എൻ്റെ ഹൗള്. തിരക്കിലുണ്ടാവില്ല. ഒരൊട്ടകം 3 ദിവസം ഓടേണ്ട വഴി ദൂരം ഉണ്ടാവും. ഉമ്മത്തിൽ നിന്ന് കുടിക്കും. അവിടെ ആ ഹൗലിൽ വരികയും കുടിക്കുകയും അതങ്ങനെ നിൽക്കുന്നത് കാണുന്നൊരു സന്തോഷത്തിലുണ്ടാവും. അതൊന്ന് ആലോചിച്ച് നോക്കി. ആ വെള്ളം അങ്ങനെ നിൽക്കുമ്പോ അല്ലാ, അതിൻ്റെ ഒരു സന്തോഷത്തിലാ. നമുക്ക് മാപ്പ് ചെയ്തു തരട്ടെ, എല്ലാവർക്കും മാപ്പ് ചെയ്തു തരട്ടെ. അള്ളാഹിനോട് മാപ്പിനെ അപേക്ഷിക്കാം. ബാക്കി നാളെ ക്ലാസ്സിൽ പറയാം. ഒരു ക്ലാസ് കൂടി ഉണ്ടാവും, ചുരുങ്ങി ഒരു ക്ലാസ് ഉണ്ടാവും. ഒന്നും കൂടി അതിലേക്ക് മനസ്സിനൊരു ആഗ്രഹം വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അത് നമുക്ക് കിട്ടണ്ടേ? അള്ളാഹിന്റെ പൊരുത്തം കൊണ്ട് അള്ളാഹു നമുക്ക് തരട്ടെ. يا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد جاءت لمولد الشريف بشائر وغفارق العادات ليلة مولد آياته والمعجزات كثيرة
شهدت بصحتها عقول الحسد البدر شق بأمره والشمس إذ غربت له ردت بغير تردد والوحش والأشجار قد سجدت له وعليه قد سلمنا بعد تشهد ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفد وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد أوصافه ما ينتهي تعدادها فالمدح يقصر عن بلوغ المقصد يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي قد حل بما قد علمت من الأذى ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي إني نزيلك والنزيل لديك يا خير الأنام بكل خير يغتدي فعليك منا كل وقت دائما وعلى صحابتك الكرام جميعهم والتابعين لهم بخير فجهدي الله ولي الله ولي نعم الولي صلوا على النبي محمد الحمد لله الله കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് കുടുംബത്തിന് വേണ്ടി മരിച്ചുപോയ മാതാപിതാക്കൾ അല്ലാഹുവേ ആ കുടുംബത്തിന് ഖൈർ കൊടുക്കണമേ റബ്ബേ എല്ലാ ഖൈറും കൊടുക്കണമേ റബ്ബേ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ വീട് പണി പൂർത്തിയാക്കാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ ഒരു കുട്ടി ഏറ്റെടുത്ത് 10,000 രൂപ മുഹമ്മദ് ഷരീഫ് മദീന മംഗലാപുരം അല്ലാഹുമായ പ്രതിഫലം അവർക്ക് കൊടുക്കുകയും വീട് പണി പൂർത്തിയാക്കി കൊടുക്കുകയും എല്ലാം റാഹത്താക്കി കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ CA പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും ഹലാലായ ജോലി കിട്ടാനും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ ഒരു കുട്ടി ഏറ്റെടുത്തു 10,000 രൂപ എറണാകുളത്ത് നിന്ന് ഒരു സഹോദരി അവരുടെ മകന്റെ CA പരീക്ഷയിൽ ഉന്നത വിജയം നൽകണമേ റബ്ബേ ഹലാലായ ജോലി കൊടുക്കണമേ റബ്ബേ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ആ മോനും ഉമ്മയും ജീവിക്കണമേ റബ്ബേ എല്ലാ പൊരുത്തക്കേടുകളെ തൊട്ടും കാത്തി രക്ഷിക്കണമേ റബ്ബേ എല്ലാം ഖൈറാക്കി തരണമേ റബ്ബേ എല്ലാ ഖൈറിന്റെ വാതിലും തുറന്നു കിട്ടാൻ വേണ്ടി മുസ്തഫ നബിയിലേക്ക് എല്ലാവർക്കും വേണ്ടി അൽ ഫാത്തിഹ മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم الذي يوسوس في صدور الناس من الجنة والناس എല്ലാവർക്കും ദുആ ചെയ്യണം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ എല്ലാവർക്കും വേണ്ടിയും എല്ലാവർക്കും ആ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഈ പ്രഭാഷണം കണ്ട എല്ലാവർക്കും ഇജാബത്ത് കിട്ടാൻ വേണ്ടി അൽ ഫാത്തിഹ മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ മാലികി യൗമിദ്ദീൻ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين آمين എല്ലാവർക്കും അല്ലാഹു ഹബീബ് റസൂലുള്ളാഹി ഫാത്തിഹ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതിൽ പങ്കെടുത്തു എല്ലാവർക്കും അവസരം തരട്ടെ ആമീൻ ആഗ്രഹം സ്വീകരിക്കട്ടെ പോടാന്ന് പറയുന്നു
അള്ളാഹു കാത്തുരക്ഷിക്കും. ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് കൂടുന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് പോയി എത്താൻ നേരത്തെ ഒരാൾ അങ്ങോട്ട് വിട്ടോന്നറിയും. എന്നോട് പറ്റൂല. അള്ളാഹു ഞങ്ങളെ കാക്കണം. എല്ലാവരും ഒരുപോലെയാണ് പോയി. അവിടെ എത്താൻ നേരത്ത് അവൻ്റെ തോന്നിയാസം തമ്മാടിത്തലാണ് വിളി പോകും, പുറത്തു പോകുന്നറിയും. അള്ളാഹു അവസ്ഥ നമ്മളെ കാത്തുരക്ഷിക്കും. الله بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا جزيلا جميلا دائما بتمام ملكه الحمد لله الحمد لله വലിയ ഔദാര്യം കൊടുക്കുന്നവനായ റബ്ബേ, വലിയ ഔദാര്യം കൊടുക്കുന്നവനായ റബ്ബേ, വലിയ ഔദാര്യം കൊടുക്കുന്നവനായ ഇബ്ലീസ് ഞങ്ങളെ ചതിക്കരുതേ റബ്ബേ, ഇബ്ലീസ് ഞങ്ങളെ ചതിക്കരുതേ റബ്ബേ, ഇബ്ലീസ് ഞങ്ങളെ ചതിക്കരുത് റബ്ബേ, ഇബ്ലീസ് ഞങ്ങളെ ചതിക്കരുത് റബ്ബേ, ഇബ്ലീസ് ഞങ്ങളെ ചതിക്കരുതേ റബ്ബേ. ദഹമൗത്താട് കൂട്ടിയിടും ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും. നേരം ലഇനവനാട്ടുവാൻ ബദരി എല്ലാ പലാവും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളായ ബറക്കത്തിനാൽ എമൈക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അക്കൗണ്ട് ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണം. വന്ന് ഹബ്ദുൽ കൗസർ നിർത്തിയെത്തുമ്പോഴത്തേക്ക് പോയിക്കോ, എന്നോട് പറ്റൂല എന്ന് പറയപ്പെടുന്നൊരവസ്ഥ വരാതെ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. എല്ലാവർക്കും കൗത്തർ തരണമേ റബ്ബേ, എല്ലാവർക്കും കൗത്തർ തരണമേ റബ്ബേ. ആ കൗത്തർ നൽകപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉറപ്പായി ഉൾപ്പെടുത്തണമേ റബ്ബേ. പിന്നെ പിന്നെന്തൊരു വിജയമാണ്, പിന്നെ 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 പിന്നെന്ത് വിജയമാണ്, പിന്നെ എന്ത് വിജയമാണ്. ആ മനുഷ്യന്റെ വിജയം എത്ര വലിയ വിജയമാണ്. വിജയിപ്പിക്കണമേ റബ്ബേ, ഞങ്ങളെ വിജയിപ്പിക്കണമേ റബ്ബേ, ഞങ്ങളെ വിജയിപ്പിക്കണമേ റബ്ബേ, ഞങ്ങളെ വിജയിപ്പിക്കണമേ റബ്ബേ. അതൊക്കെ വലിയ ഭയാനകമായ അവസ്ഥകളാണ് റബ്ബേ. അവർക്ക് നിർഭയമായി കിടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അമൽ ചെയ്തവനും ചെയ്യാത്തവനും ഒക്കെ കൊടുത്തവനല്ലേ റഹീമേ നീ. അള്ളാഹു ഞങ്ങളെ ഈമാന് കട്ടികൂട്ടി തരുകയും അമലുകൾ കബൂലാക്കുകയും അമലുകൾക്ക് വണ്ണ വലിപ്പം നീ വെപ്പിക്കുകയും എന്നിട്ട് ആരുടെയൊക്കെ തുലാസ് കനം തൂങ്ങിയോ അവർ സന്തോഷകരമായ ജീവിതത്തിലാണെന്ന് പറഞ്ഞ ആ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. ഞങ്ങളാക്കണമേ അല്ലാഹ്. കുടിച്ചങ്ങനെ സന്തോഷിച്ച് അല്ലാഹ് അർശിൻ കടന്ന് അല്ലാഹ് അർശിന്റെ തണലിലിരുന്ന് അങ്ങനെ റാഹത്തായി പോകുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ അല്ലാഹ്. സിറാത്ത് പാലവും കടന്ന് അർശിന്റെ തണലിലും ഇരുന്ന് ഹബീബിന്റെ ശഫാഅത്തിലാകുന്നവരിൽ ഞങ്ങളെ ചേർക്കണമേ അല്ലാഹ്. ഒഴിവാക്കരുതേ അല്ലാഹ്, ഒഴിവാക്കരുതേ അല്ലാഹ്. അവിടെ വീണ് പോകുന്നവരിലും അല്ലാഹുവേ അതിന്റെ പാർട്ടികൾ പിന്നെ വരും. ആ കൂട്ടത്തിലാവുന്നതിനെ തൊട്ടും മുൻ പാർട്ടി കൂടിയിട്ട് പെട്ടെന്ന് പുറത്താക്കപ്പെടുന്നതിനെ തൊട്ടും നീ ഞങ്ങളെ കാക്കണമേ അല്ലാഹ്. ആ കൗസർ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. എല്ലാവർക്കും ഒരുപോലെ നൽകണമേ അല്ലാഹ്, എല്ലാവർക്കും ഒരുപോലെ നൽകണമേ അല്ലാഹ്. പോരില്ലാതെ ഹസദില്ലാതെ ദുനിയാവിൽ നിന്റെ പൊരുത്തത്തിന് പണിയെടുത്ത് അവസാനം വിജയിച്ചവൻ നീ ഞങ്ങളെ ചേർക്കണമേ. പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ്. കൈപ്പൊക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. നിന്നോക്ക് വേണ്ടി കൈപ്പൊക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. അല്ലാഹ് രക്ഷപ്പെടുത്തണമേ റബ്ബേ. നിനക്ക് വേണ്ടി കൈപ്പൊക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. നിന്നിലേക്ക് കൈ നീട്ടുന്നവരിൽ പെടുത്തണമേ റബ്ബേ. ശൈഖന്മാർ വഴി ഞങ്ങൾക്ക് കിട്ടിയ ഔറാദ് അമലുകളും മറ്റുള്ള അമലുകൾ, ഇബാദത്ത്, ഖുർആനോത്ത്, തറാവീഹ് പോലുള്ള അമലുകളും എല്ലാം ഭംഗിയായി നടത്തി തരണമേ റബ്ബേ. അതെല്ലാം ഭംഗിയാക്കി തരണമേ റബ്ബേ. അതെല്ലാം നീ കബൂലാക്കണമേ റബ്ബേ. ഞങ്ങളെ സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണമേ റബ്ബേ. സുന്നത്യമായത്തിന്റെ പ്രവർത്തകരെ പ്രത്യേകം നീ കാക്കണമേ റബ്ബേ. അല്ലാഹുവേ ദാറുൽ ഖുർആൻ സഹായിച്ചവരെയും അല്ലാഹുവേ കുട്ടികളെ ഏറ്റെടുത്തവരെയും പിന്നെ ലോകത്തെ സകല മുസ്ലിമാത്തുകള് എല്ലാവരെയും നീ ആ ദിവസം രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഗസായിലെ പാവപ്പെട്ട മക്കൾക്കും കുടുംബങ്ങൾക്കും ഖൈർ കൊടുക്കണം, ഖൈർ കൊടുക്കണം, ഖൈർ കൊടുക്കണമേ റബ്ബേ, ഖൈർ കൊടുക്കണമേ റബ്ബേ, ഖൈർ കൊടുക്കണമേ റബ്ബേ,
ഖൈർ കൊടുക്കണമേ, ഖൈർ കൊടുക്കണമേ അല്ലാഹ്, ഖൈർ കൊടുക്കണമേ അല്ലാഹുവേ. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് ഭക്ഷണമില്ല റബ്ബേ, അവരെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് ഇസ്രായേലിന്റെ നരമേധമാണ്. അവരെ നീ കാക്കണമേ റബ്ബേ, അവരെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അവർക്ക് എല്ലാ ഖൈറും തുറന്നു കൊടുക്കണമേ റബ്ബേ. യമനിലും സിറിയയിലും എവിടെയും മുസ്ലിം ഉമ്മത്തിന്റെ പ്രയാസങ്ങൾ പരിഹരിക്കണമേ റബ്ബേ. കരുവാളിച്ച മുഖം കൊണ്ട് ഒരു ഉമ്മ ഇരിക്കുക, കരുവാളിച്ച മുഖം കൊണ്ട് ഒരു ഉമ്മ ഇരിക്കുന്നു, കരുവാളിച്ച മുഖം കൊണ്ടാണ് ഒരു ഉമ്മ ഇരിക്കുന്നത്. ആ ഉമ്മയുടെ പരിസരത്ത് കുട്ടികൾ ഇരിക്കുന്നു. ഒരു ചിത്രം ഒരാൾ എനിക്ക് അയച്ചു. റഹ്മാനെ, അവരൊക്കെ എന്തൊക്കെ സന്തോഷത്തിൽ രാജകുമാരികളെ പോലെ ജീവിച്ചതാണ്. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും സമ്പത്തും സൗകര്യവുമുള്ള നാട് സിറിയയായിരുന്നു. ആ നാടാണിപ്പോ നശിച്ചു കിടക്കുന്നത് റബ്ബേ. എല്ലാം നീ പരിഹരിക്കണമേ റബ്ബേ, എല്ലാം നീ പരിഹരിക്കണമേ റബ്ബേ. അവിടങ്ങളിലെ നിരപരാധികളായ പാവപ്പെട്ട ജനങ്ങളെ പ്രശ്നങ്ങളെ നീ പരിഹരിക്കണമേ റബ്ബേ. നല്ല നോമ്പും നോമ്പിന്റെ ഭക്ഷണവും പെരുന്നാളും പെരുന്നാളിന്റെ ഭക്ഷണവും, നല്ല ഉടുപ്പും നല്ല റാഹത്തും നല്ല ആരാധനയും സന്തോഷവും നിർഭയത്വവും എല്ലാം അവർക്കും നീ നൽകണമേ റബ്ബേ. ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടിത്തരണമേ റബ്ബേ, കടങ്ങളെ വീട്ടിത്തരണമേ റബ്ബേ, ഞങ്ങളുടെ കടങ്ങളെ വീട്ടിത്തരണമേ റബ്ബേ. ഞങ്ങളുടെ പ്രയാസങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. ഞങ്ങളെ മുസീബത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. എല്ലാം ഖൈറിലാക്കണമേ അല്ലാഹ്, എല്ലാം റഹ്മത്തിലാക്കണമേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഉമ്മ ബാപ്പ മരിച്ചവരെ, പ്രസ്ഥാന ബന്ധുക്കൾ, സ്നേഹബന്ധുക്കൾ, കുടുംബാദികൾ മരിച്ചവരെല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണമേ. എല്ലാവരുടെയും ആഖിറ നന്നാക്കണമേ റബ്ബേ. എല്ലാവർക്കും സന്തോഷം തരണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ ആരോഗ്യം തരണമേ റബ്ബേ, ആരോഗ്യം തരണമേ റബ്ബേ. ഖൈർ തരണമേ റബ്ബേ, റഹ്മത്ത് ചെയ്യണമേ റബ്ബേ. റബ്ബനാ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ച് ഖബറിൽ സന്തോഷമായി കിടന്ന് അല്ലാഹുവേ രക്ഷിതാവേ എന്നിലേക്ക് വിളിക്കുന്ന ദിവസം അൽഹംദുലില്ലാഹ് പറഞ്ഞെണീറ്റ് വാനപ്പുറത്ത് കയറി റാഹത്തായി നിന്റെ കൗസറിന്റെ കരിയിലെത്തി മുത്തനബി പുഞ്ചിരിച്ച് അതിന്റെ മക്കളാണ്, എന്റെ കുട്ടിയാണ്, എന്റെ കുട്ടികളാണ്. ആലുന്നബി ദരിയാതി വഹുമു ഇലൈഹി വസീലതി വബിഹി മുഅ്താഅദൻ ബിയദിൽ യമീനി സഹീഫതി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മക്കൾ, പേരുമക്കളെ ഹക്ക് ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങൾ മശായിഖന്മാരെ കൊണ്ട് പ്രത്യേകിച്ചും റബ്ബേ ഞങ്ങൾക്ക് ആ ദിവസം സന്തോഷമാക്കി തരണമേ അല്ലാഹ്, എല്ലാം ഖൈറാക്കി തരണമേ അല്ലാഹ്. അവരെ കൂടെ നിൽക്കുന്നവരിലും അവർ ഞങ്ങളുടെ കൂടെയും ഞങ്ങൾ അവരുടെ കൂടെയും ആകണമേ അല്ലാഹ്. ദുനിയാവിന്റെ വലുപ്പത്തിൽ വേണ്ടിയല്ല പഠിച്ചത്, ആഖിറത്തിൽ ഞങ്ങളെയൊക്കെ ഒന്നാക്കി തരണമേ, ആഖിറത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ചാക്കണമേ റബ്ബേ. അല്ലാഹ് 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 അല്ലാഹ്. നാട് നന്നായി പോകണം, നാട് നാശാകരുത്. ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഉമ്മത്ത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അല്ലാതെ ഒരു ദേഷ്യം ഉണ്ടായിട്ടില്ല. ഒക്കെ ഒന്നിച്ചു പോകണം. നീ നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്ത് തങ്ങൾ എന്ത് മൂല്യം, നീ നഷ്ടപ്പെട്ടു പോയാൽ നീ നഷ്ടപ്പെടരുത്. അതുകൊണ്ട് പറയാണ്, 1000 വട്ടം വേദനയാണ് പറയുമ്പോൾ പറയല്ലാതെ നിർവാഹമില്ലാതെ പറഞ്ഞ് പോവുകയാണ്. കുടുങ്ങിയേറ്റ് പറയാണ്, പറയാൻ പോടിയില്ല, പറയാനേ പോടിയില്ല. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് അവിവേകങ്ങളെ മാപ്പ് ചെയ്യണമേ റബ്ബേ. എന്നാൽ ദീനിവിടെ ദീനായി നിലനിൽക്കണമേ റബ്ബേ, ദീനിവിടെ ചുരുക്കോടുകൂടി നിലനിൽക്കണമേ റബ്ബേ. അഹ്ലു ബൈത്തും ആലിമീങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയാൽ ഇന്ന് വഹാബിയത്തിലേക്ക് പോയവർ തന്നെ ഒന്ന് പുനഃപരിശോധന നടത്തും. അതാണല്ലോ നല്ല കൂട്ടർ, നമുക്ക് അങ്ങോട്ട് പോകാം. അവർ അങ്ങനെ ആവും. അങ്ങനെയാണ് ഇവിടെ ബിദ്അത്തിന് ന്യൂനപക്ഷമായത്. ഇന്ന് ഈ അവസ്ഥ വന്ന ആപത്ത് വരും. കാത്തിരക്ഷിക്കണമേ റബ്ബേ. സുന്നത്തി ജമാഅത്ത് എന്നും ഭൂരിപക്ഷമാകണമേ റബ്ബേ, എന്നും ഭൂരിപക്ഷം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ആകണമേ റബ്ബേ. ആ സുലഹാക്കളോട് കൂടെ ഞങ്ങളെ നീ നടത്തി തരണമേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും പ്രത്യേകിച്ച് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഇങ്ങനെ നീ ആക്കി തരണമേ റബ്ബേ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന
وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين.